നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോകൾക്ക് ലഭിച്ച റെക്കോർഡ് കാഴ്ചക്കാരും പ്രതികരണങ്ങളും പണം നൽകി വാങ്ങിയതാണെന്ന ഇടത് സൈബർ ഹാൻഡിലുകളുടെ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. തൻ്റെ ഫേസ്ബുക്ക് പേജിലെ പ്രതികരണങ്ങൾ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നുള്ളവരുടേതാണെന്ന പ്രചാരണം തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും അദ്ദേഹം ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് തലേ ദിവസം പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പങ്കുവച്ച വീഡിയോ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന ആരോപണം. 1.38 ലക്ഷത്തോളം റിയാക്ഷനുകൾ ലഭിച്ച ഈ പോസ്റ്റിലെ കെയർ ഇമോജികളിൽ വിദേശ പേരുകളുള്ള അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടത് CPM തന്നെ കൃത്രിമമായി ചെയ്തതാണെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. തൻ്റെ മറ്റേതെങ്കിലും പോസ്റ്റുകളിലോ 42 ലക്ഷം പേർ കണ്ട ഏറ്റവും വലിയ വീഡിയോയിലോ ഇത്തരത്തിൽ വിദേശ അക്കൗണ്ടുകൾ കാണാനില്ലെന്നും ഒരു പ്രത്യേക പോസ്റ്റിൽ മാത്രം ഇവരെത്തിയത് തന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള PR തന്ത്രമാണെന്നും രാഹുൽ പരിഹസിച്ചു. രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടെ ഇത്തരത്തിൽ മുൻപ് ചാപ്പ കുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റിലെ റിയാക്ഷനുകൾ ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ തിരിച്ചടിച്ചത്. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലും സമാനമായ രീതിയിൽ ചൈനീസ്, തായ്ലൻഡ് പേരുകളുള്ള നിരവധി അക്കൗണ്ടുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്നും രാഹുൽ സ്ക്രീൻഷോട്ടുകൾ സഹിതം വിശദീകരിച്ചു. കാശ് കൊടുത്ത് ലൈക്ക് വാങ്ങുന്ന രീതി തൻ്റേതല്ലെന്നും വയനാട് ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഒരു ചില്ലിക്കാശിൻ്റെ ക്രമക്കേടെങ്കിലും തെളിയിച്ചാൽ 1 കോടി രൂപ നൽകുമെന്നും രാഹുൽ വെല്ലുവിളിച്ചു. ന്യൂസ് മലയാളം ചാനലിൻ്റെ യൂട്യൂബ് ചാനലിന് ഏർപ്പെടുത്തിയ നിരോധനവും മറ്റും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇടതനുകൂല മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത്. തൻ്റെ വീഡിയോകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത ജനങ്ങൾ സർക്കാരിനോടുള്ള പ്രതിഷേധം മൂലം നൽകുന്നതാണെന്നും അത് അംഗീകരിക്കാനുള്ള ആർജവം CPM കാണിക്കണമെന്നും രാഹുൽ പറഞ്ഞു. കൊറിയൻ ഫേക്ക് ഐഡികളെ മേച്ചുകൊണ്ട് ഇനിയും ഇത്തരം നുണബോംബുകളുമായി വരില്ലേ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ അവസാനിപ്പിക്കുന്നത്. കുറേ സഖാക്കൾ ചെയ്യുന്നത് കേട്ടിട്ട് ഫാക്ട് ചെക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് രാഹുലിൻ്റെ പോസ്റ്റിൽ കയറി ആരൊക്കെയാണ് ലൈക്ക് ചെയ്തതെന്ന് നോക്കിയതാണ്. ആദ്യത്തെ കുറച്ച് ഭാഗം കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ചെയ്യുന്നത് ഓരോ സ്ക്രീൻഷോട്ടിലും കുറേ ഫേക്ക് ഐഡികൾ അഥവാ പെയ്ഡ് ഐഡികൾ. എന്നാലും ഈ മാങ്കൂട്ടത്തിലെ ഒരു കാര്യം തട്ടിപ്പല്ലാതെ ഒരു കളിയുമില്ല എന്നാണ് സൈബർ ഹാൻഡിലുകൾ ആരോപിച്ചത്. ഈ ആരോപണങ്ങളെയാണ് തെളിവുകൾ സഹിതം രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നു കാട്ടിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത വീഡിയോയ്ക്ക് വലിയ വ്യൂവർഷിപ്പ് കിട്ടിയപ്പോൾ അത് അങ്ങനെയൊന്നുമല്ല, നാട്ടുകാരല്ല കണ്ടത്, ചൈനക്കാരും തായ്ലൻഡുകാരുമാണ് കണ്ടതെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായി ശ്രമം നടത്തുകയായിരുന്നുവെന്നും രാഹുൽ വീഡിയോയിൽ പറയുന്നു. ചില മക്കൾ മുജ്ജന്മത്തിലെ ശത്രുക്കൾ തന്നെയാണെന്ന് തെളിയിക്കുന്നതാണ് CPMൻ്റെ ഈ പ്രചരണ രീതി. അവനെ ഒന്ന് നോക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പോൾ ഇനി ആ ചങ്ങാതിയോട് പറയുന്നത് CPMകാർ എന്തായാലും പ്രചരണം നടത്താൻ കുറച്ച് പൈസ തന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി എല്ലാ പോസ്റ്റിലും ചെയ്താലല്ലേ ഇതിന് കുറച്ചുകൂടി വിശ്വാസ്യതയുണ്ടാകും. ഇതൊറ്റ പോസ്റ്റ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ എനിക്കിതുപോലെ വന്നിരുന്നിട്ട് നിങ്ങളുടെ നുണബോംബിനെ വളരെ പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കാൻ കഴിയില്ലേ എന്നും രാഹുൽ ചോദിക്കുന്നു. ഇനിയും ഇത് ഞാൻ കാശ് കൊടുത്ത് ചെയ്തതാണെങ്കിൽ ഈ പോസ്റ്റുകളുടെയൊക്കെ ഇൻസൈറ്റ് ഞാൻ കാണിക്കാം. അത്രയൊന്നും ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം ഇത് നാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അതെൻ്റെ മിടുക്കൊന്നുമല്ല, നിങ്ങളുടെ സർക്കാരിൻ്റെ കൊള്ളരുതായ്മയെപ്പറ്റി ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾക്കിപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണെന്നും രാഹുൽ പറയുന്നു. ഞാൻ കാശ് കൊടുത്തിട്ട് ലൈക്ക് വാങ്ങിയതാണെന്ന് പറയുന്ന CPMൻ്റെ സൈബർ കൃമികീടങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മിസ്റ്റർ പിണറായി വിജയൻ കേരളത്തിൻ്റെ കുറച്ച് ദിവസത്തെ കൊണ്ടുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ കെയർ സെക്ഷനിലേക്ക് ഞാൻ എടുത്തു നോക്കി. നോൻ ഹുവാങ്, മസ്വബാലി, ക്വാൻ ന്യൂഹു, ക്വാച്ച് വാൻ, റഹീം ക്വാൻ ഇവരൊക്കെ നമ്മുടെ പയ്യോളി ഏരിയ കമ്മിറ്റിയിലെ സഖാക്കളായിരിക്കും. പിന്നുണ്ട് മെഷക് സമാരോ, റാൻ നയിൻ ജി, സൈൽ നിക്കി ഇവരൊക്കെ നമ്മുടെ മയ്യൽ സഖാക്കളായതുകൊണ്ട് കുഴപ്പമില്ല. ദേ ചൈനക്കാർ, ദേ തായ്ലൻഡുകാർ, മൂപ്പർ പിന്നെ വിശ്വ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ലോകമാകെ കമ്മ്യൂണിസ്റ്റ് ശോഭിച്ചിടാൻ കാരണഭൂതനായിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് ചൈനയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും കൊറിയയിൽ നിന്നുമൊക്കെ ലൈക്ക് വരുന്നതിനകത്ത് അത്ഭുതപ്പെടാനില്ലെന്നും രാഹുൽ പരിഹസിക്കുന്നു. അതൊക്കെ പോട്ടെ, അപ്പോൾ കാശ് കൊടുത്തിട്ടാണ് ഈ ലൈക്ക് വാങ്ങുന്നതെങ്കിൽ പിണറായി വിജയൻ ഈ ലൈക്കൊക്കെ വാങ്ങിയത് എവിടുന്നാണ്? വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ പൈസ വെച്ചിട്ടുള്ള ആ പണം എടുത്തിട്ടല്ലേ ലൈക്ക് വാങ്ങിയത്? അതോ സാധാരണക്കാരായ മനുഷ്യന്മാരെ PRന് വേണ്ടി പറ്റിച്ചുണ്ടാക്കിയ പൈസയോ? എന്തായാലും മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞാണ് രാഹുൽ തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്.